ഇന്ന് നമുക്ക് ടെറിഡോളജി പോർഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മുന്നേ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് 19-ാം തീയതിയാണ് പരീക്ഷ എന്നറിയാലോ. ഇന്നിപ്പം 5-ാം തീയതി ആയിട്ടുണ്ട്, അധികം ദിവസങ്ങളില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ പഠിക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡൊമിനന്റ് ഫേസ് ഇൻ ടെറിഡോഫൈറ്റ്. ദി ഡൊമിനന്റ് ഫേസ് ഇൻ ടെറിഡോഫൈറ്റ് ഏതായിരുന്നു? ഓപ്ഷൻ ബി സ്പോറോഫൈറ്റ്. അടുത്തത്, റൈസോയിഡ്സ് ഇൻ ടെറിഡോഫൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻ. റൈസോയിഡ്സ് ഇൻ ടെറിഡോഫൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻ. ഓപ്ഷൻ ബി gametophyte. Small leaves with single veins are called. Small leaves with single veins are called. Option B microphylls. Microphylls. അടുത്തത്, which group has microphylls? Which group has microphylls? Option B Lycopsida. Lycopsidയിലാണ് microphylls കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, Prothallus is option C gametophyte. അടുത്തത്, water is essential for fertilization because of sperm motility. Sperm motility വേണ്ടിയിട്ടാണ് വാട്ടർ എസെൻഷ്യൽ ആണ്, ഫെർട്ടിലൈസേഷന് വാട്ടർ എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത്, Sporangia are produced on sporophylls. Option C. Eusporangiate development is seen in Lycopodium. Option B. Homospory means one type of spore. Option B. Example of homosporous pteridophyte is option C, Lycopodium. അടുത്തത്, heterospory is seen in Selaginella. Option B. Megaspore develop into female gametophyte. Option B. Microspores develop into male gametophyte. That is option B. Seed habit evolved from option B, heterospory. Rhizome is present in option D, all of the above. ഏതൊക്കെയാണ്? Xylotum, Dryopteris, Selaginella. ഇതിലെല്ലാം തന്നെ നമുക്ക് റൈസോം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സ്റ്റീൽ ഇൻ പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റ് is option B, proto-steel. അടുത്തത്, evolution of steel starts from proto-steel. Option B. അടുത്തത്, equisetum stem is hollow. Option B. Xylotum lacks both root and leaves. Option D. Sorry are found in terrace. Option B. അടുത്തത്, indusium covers. Option C, sorus. അടുത്ത ചോദ്യം, leptosporangiate ferns show. Leptosporangiate fern shows option D, small sporangium. അടുത്തത്, eusporangium is option C, multi-layered. അടുത്തത്, epogamy. ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഗമി എന്ന് പറയുന്നത് എന്താണ്? സ്പോറോഫൈറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എപ്പോഗമി ഈസ് സ്പോറോഫൈറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓപ്ഷൻ ബി, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, എപ്പോസ്പോറി ഈസ് gametophyte from sporophyte. വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോസ്പോറി ഈസ് gametophyte from sporophyte. ഓപ്ഷൻ ബി. അടുത്തത്, steel with leaf gap is called siphonostele. ഓപ്ഷൻ ബി. അടുത്തത്, ഡിക്റ്റിയോസ്റ്റീൽ നെറ്റ്വർക്ക് ഓഫ് വാസ്കുലാർ സ്ട്രാൻഡ്സ് ആണ് ഡിക്റ്റിയോസ്റ്റീൽ. അടുത്ത ചോദ്യം, സെലാജിനെല്ല ഷോസ് ഹെറ്ററോസ്പോറി. ഓപ്ഷൻ ബി. അടുത്തത്, മാർസീലിയ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്താണ്? മാർസീലിയ മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. Option D, all. അടുത്തത്, azolla is used as option B, biofertilizers. അടുത്ത ചോദ്യം, which is closest to seed habit? The answer is option B, Selaginella.
അടുത്തത് മെയിൽ ഗാമേറ്റ്സ് ഇൻ ടെറിഡോഫൈറ്റ്സ് ആർ ഓപ്ഷൻ ബി ഫ്ലജെല്ലേറ്റഡ്. സ്റ്റീലർ എവല്യൂഷൻ സീക്വൻസ് ഈസ് ഓപ്ഷൻ ബി പ്രോട്ടോസ്റ്റീൽ ടു സൈഫോണോസ്റ്റീൽ. നെക്സ്റ്റ് Lycopodium sporangia are option C on sporophyte. Next question, Equisetum leaves are option C reduced. Next, Xylotum reproduction mainly by option D both B and C, that is by spores and by vegetative reproduction. Next question, ecological indicator pteridophyte ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇക്യൂസിറ്റം. ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ടെറിഡോഫൈറ്റ് ഈസ് ഇക്യൂസിറ്റം, ഓപ്ഷൻ ബി. ഫുഡ് ഇൻഡസ്ട്രി യൂസ് ടെറിഡോഫൈറ്റ് ഏതൊക്കെയാണ്? അസോള, മാർസീലിയ, ഫേൺസ്, ഇതെല്ലാം തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ടെറിഡോഫൈറ്റ് ആണ്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡ് ടെറിഡോഫൈറ്റ് ഓപ്ഷൻ എ സാൽവീനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, embryo develops from ഓപ്ഷൻ ബി സൈഗോട്ട്. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അസേർഷൻ ആൻഡ് റീസൺ കൊടുത്തിട്ടുണ്ട്. അസേർഷൻ വായിക്കാം. സോ ഓക്കെ, അസേർഷൻ വായിക്കാം. ഹെറ്ററോസ്പോറി as prerequisite for seed habit, അതാണ് assertion എന്ന് പറയുന്നത്. റീസൺ നോക്കിക്കേ, it lead to retention of megaspore inside megasporangium. എന്താണ് ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നുള്ളതാണ് ആൻസർ. അടുത്തത് അസേർഷൻ നോക്കാം. സൈലോട്ടം ലാക്സ് ട്രൂ റൂട്ട്സ്. റീസൺ കൊടുത്തിരിക്കുന്നത് ഇറ്റ് അബ്സോർബ് ന്യൂട്രിയൻസ് ത്രൂ റൈസോഡ്സ് ആൻഡ് മൈക്കറൈസ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് ട്രൂ ആർ കറക്റ്റ്. അടുത്തത് അസേർഷൻ നോക്കാം. Homosporous pteridophyte have independent gametophyte. Reason, spores germinate into bisexual protali. ഇവിടെ എന്താണ് ആൻസർ? രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് assertion and reason are correct. ഓക്കെ, അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇതിൽ ആൻസർ നമുക്ക് ഏതാ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. വളരെ എളുപ്പമുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്നതാണ്. അപ്പം ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? ലൈക്കോപോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസ്പോറസ് ആണ്. സെലാജിനെല്ല ഹെറ്ററോസ്പോറസ് ആണ്. മാർസീലിയ എന്താണ്? സീഡ് ഹാബിറ്റ്. എസോള ബയോ ഫെർട്ടിലൈസർ. അടുത്തത് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ? ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലൈക്കോപോഡിയം ഹെറ്ററോസ്പോറസ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് കണ്ടീഷൻ ബെസ്റ്റ് റെപ്രസെന്റ്സ് എവല്യൂഷണറി അഡ്വാൻസ്മെന്റ് ടുവേർഡ്സ് സീഡ് ഹാബിറ്റ്? വിച്ച് കണ്ടീഷൻ ബെസ്റ്റ് റെപ്രസെന്റ്സ് എവല്യൂഷണറി അഡ്വാൻസ്മെന്റ് ടുവേർഡ്സ് സീഡ് ഹാബിറ്റ്? ഏതാണ്? ഓപ്ഷൻ സി, റിറ്റൻഷൻ ഓഫ് മെഗാസ്പോർസ്. അടുത്തത്, in heterosporous forms female gamete is endosporic, option B. അടുത്തത്, reduction of gametophyte is linked with heterospory, option B. അടുത്തത്, eusporangiate development involves many initial cells, option B. Leptosporangiate ferns show annulus mechanism, option C. Annulus helps in spore dispersal, option B. അടുത്തത്, കറക്റ്റ് എവല്യൂഷണറി സീക്വൻസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ആദ്യം പ്രോട്ടോസ്റ്റീൽ, ദെൻ സൈഫോണോസ്റ്റീൽ, ദെൻ ഡിക്റ്റിയോസ്റ്റീൽ.
അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ലീഫ് ഗ്യാപ്പ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്ഷൻ ബി സൈഫണോസ്റ്റീൽ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിക്റ്റിയോസ്റ്റീൽ കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് മെറി സ്റ്റീൽസ് ഓപ്ഷൻ സി. അടുത്തത് എപ്പോഗമി റിസൾട്ട്സ് ഇൻ diploid sporophyte without fertilization option B. Appospory leads to gametophyte from sporophyte. ഈ അപ്പോസ്പോറി ഇങ്ങനത്തെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് in pteridophytes embryo develop inside archegonium option B. അടുത്തത് Azolla is associated with option C Anabaena. അടുത്തത് Equisetum indicates silica rich soil option B. Next, Salvinia is problematic because Salvinia എന്താണ്, ഒരു വീടാണ് ഓപ്ഷൻ B. Which is not a feature of seed habit. Option C ആണ് ആൻസർ, ഫ്രീ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അടുത്തത് മോസ്റ്റ് പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റ് is Xylotum option A. Microsporophyll evolved from ination theory option B. Megaphyll evolved from option B telome. അടുത്തത് which shows secondary growth ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി നൺ. അതായത് പറയുന്നത് ടെറിഡോഫൈറ്റ്സിൽ പൊതുവെ സെക്കൻഡറി ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കില്ല, അത് വളരെ റെയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഈ ടെറിഡോളജി എന്ന് പറയുന്ന പോർഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെറ്ററോസ്പോറി, സീഡ് ഹാബിറ്റ് അതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ഹെറ്ററോസ്പോറി കാണിക്കുന്നതിന് എക്സാമ്പിൾ, അതുപോലെ സ്റ്റീൽ എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എപ്പോസ്പോറി എന്ന് പറയുന്ന ടേംസ്, ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ അസോള ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഈ സീരീസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പോർഷനായിട്ട് നെക്സ്റ്റ് ഡേ വരാം. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.